മക്കളെ, പൂ പോലെ വെന്തൊടഞ്ഞ കുട്ടൻ ബിരിയാണിയും സുർബിയൻ റൈസൊക്കെ വേണോ? അതെ ഗൈസ്, പാലക്കാടൊന്നും കണ്ടുവരാത്ത സുർബിയൻ റൈസും അതേപോലെ നല്ല കുട്ടൻ ബിരിയാണിയൊക്കെ കിട്ടുന്ന നല്ലൊരു പൊളപ്പൻ സ്പോട്ടിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. എന്നാ വായോ, നമ്മുടെ കട ഓണറിനെ കൊണ്ട് തന്നെ ചോദിക്കാം ഇവിടെ എന്തൊക്കെ കിട്ടുമെന്ന്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് സൗകര്യം. നമ്മൾ എത്ര മണിക്ക് കട ഇറങ്ങി? കട നമ്മൾ 12 മണിക്ക് ഓപ്പൺ ചെയ്യും. 12 മണിക്ക്. എത്ര മണി വരെ ഉണ്ടാവും? രാത്രി 9 മണി വരെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ എന്തൊക്കെ സ്പെഷ്യൽ ഇവിടെ ഉള്ളത്? ഇവിടെ ചിക്കൻ സുർബേരി ഉണ്ട്, ബീഫ് സുർബേരി ഉണ്ട്, കുട്ടൻ ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, പിന്നെ ചില്ലി ചിക്കൻ ഉണ്ട്, പിന്നെ എല്ലാ ഐറ്റവും നമ്മൾ ഔട്ട്ഡോർ ഓർഡർ എടുക്കുന്നുണ്ട്. എല്ലാ കാറ്ററിംഗ് സർവീസും ചെയ്ത് കൊടുക്കും. അതെല്ലാ ഐറ്റവും ചെയ്യും. നമ്മുടെ ചാനലിന്റെ ഫോളോവറായ ശ്രീജ PV എന്ന കുട്ടിയാണ് ഈ സ്പോട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്തത്. ഇതേപോലെ നാടൻ ഫുഡ് കിട്ടുന്ന ചെറിയ കടകൾ അറിയുന്നവർ ഒന്ന് ഈ വീഡിയോന് താഴെ കമന്റ് ചെയ്യണേ. ഇങ്ങനെ നല്ല നാടൻ ഫുഡ് കിട്ടുന്ന കടകളെ നമ്മൾ എന്നും ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം. എന്തായാലും ഫുഡ് വന്നു. നല്ല കുട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ബീഫ് സുർബിയാനും ചിക്കൻ സുർബിയാനും 4 ഓർഡർ കൊടുത്തു. അതിനൊപ്പം തന്നെ ഒരു നല്ലൊരു ചില്ലിയും. ഞാൻ എന്തായാലും ഫസ്റ്റ് തന്നെ ചിക്കൻ ബിരിയാണി എടുത്തൊരു തട്ടി. 3 വലിയ ചിക്കൻ്റെ എപ്പിസോഡുകളുള്ള നല്ലൊരു ബിരിയാണി. അഖിലയാണെങ്കിൽ ബീഫ് ലവർ ആയതുകൊണ്ട് ബീഫ് സുർബിയാൻ എന്നെ എടുത്ത് തട്ടി. സംഭവം മക്കളെ കിടു. ഗായ്സ്, അടുത്തത് നമ്മൾ ട്രൈ ചെയ്തത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായി കുട്ടൻ ബിരിയാണി. 4-5 ചെറിയ പീസോടെയോടെയുള്ള നല്ല റൈസും കൂടി, അയ്യോ ഒന്നും പറയാനില്ല, പൊളി ഐറ്റമായിരുന്നു. പൂ പോലെ വെന്തൊടഞ്ഞ ബീഫ് എന്നൊക്കെ കേട്ടിട്ടുള്ളൂ, അതാണ് ഐറ്റം. കുട്ടൻ ബിരിയാണി അതൊരു രക്ഷയുണ്ടായിരുന്നില്ല. ആ ബീഫിൻ്റെ ഒരു പീസും നല്ല ചില്ലിയുടെ ഒരു പീസും ആ റൈസും റൈത്തിയും എല്ലാം കൂടി ഒന്ന് കഴിക്കണം മക്കളെ, സ്വർഗം. കുട്ടൻ ബിരിയാണിയും സുർബിയൻ റൈസൊന്നും കഴിക്കാത്ത നമ്മുടെ ചങ്കുകൾക്ക് ഈ വീഡിയോ ഇപ്പം തന്നെ സെൻഡ് ചെയ്തോളൂ. അവർക്ക് പറ്റിയ പൊളപ്പൻ സ്പോട്ടാണിത്. ചേട്ടാ, എങ്ങനെയുണ്ട് ഫുഡൊക്കെ? ഫുഡ് സൂപ്പർ. ഫുഡ് അടിച്ച ചങ്കുകൾക്ക് ഇപ്പൊ തന്നെ ഈ വീഡിയോ സെൻഡ് ചെയ്തോ മക്കളെ. ദിലീപോ, എങ്ങനെയുണ്ട്? സുർബിയാണി ഒരു രക്ഷയില്ല. റൈസ് നല്ല ഫ്ലേവർ. അഖിലേ, ഫുഡ് എങ്ങനെയുണ്ട്? കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഒരു ഗ്രേവിൻ്റെ ഒരു എസൻസ് എല്ലാം കൂടി നല്ലൊരു ജ്യൂസി ഫുഡായിട്ടിരിക്കും. ടേസ്റ്റ് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവിധ കാറ്ററിംഗ് ഓർഡറുകളും ഇവിടെ സ്വീകരിക്കുന്നതാണ്. അതേപോലെ തന്നെ ചൊവ്വാഴ്ച ഇവിടെ അവധിയായിരിക്കും. അതേപോലെ തന്നെ വിശാലമായ കാർ പാർക്കിംഗ് ഏരിയയും ഇവിടെയുണ്ട്. അപ്പോൾ മക്കളെ, എന്നും പറയാറുള്ള പോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും അതേപോലെ നല്ല ഫുഡ് അടി സ്പോട്ടുകളും ഈ വീഡിയോക്ക് താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മക്കളെ, ലൊക്കേഷൻ മറക്കണ്ട. പാലക്കാട് ശൗന്തള ജംഗ്ഷനിൽ റെയിൽവേൻ്റെ എസ്കുലേറ്റർ ഇറങ്ങിയതും ഇടതുവശത്തേക്ക് തിരിഞ്ഞ് പഴയ ജോസ്കോ ജ്വല്ലറിയുടെ തൊട്ടന്നെയാണ് ഈ കിസ്മത്ത് ഹോട്ടലുള്ളത്. അപ്പോൾ എല്ലാവരും മക്കളെ വന്ന് ട്രൈ ചെയ്യുക. ഫുഡ് അടി ചങ്കുകൾക്ക് ഇപ്പം തന്നെ ഈ വീഡിയോ സെൻഡ് ചെയ്ത മക്കളെ.